Hi, Atlas Media episode-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അവിജ്ഞ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിങ്ങിൻ്റെ ഒരു കമ്പൈൻഡ് കൺക്ലൂഷൻ വീഡിയോ ആണ്. പിന്നെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ഫാമിലിയിലേക്ക് പുതിയതായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. എന്തെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുഞ്ഞാറ്റൻ്റെ ഫെതേഴ്സ് വരെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാറ്റൻ്റെ ഫേസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടി, ഐസും നോസും ബീക്കും കൂടിയേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഐസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കണ്ണിന് ചുറ്റും ചെറിയൊരു വൈറ്റ് ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആ വൈറ്റ് ഷെയ്ഡ് കുറച്ച് സ്പ്രെഡായിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കറുപ്പ് കൊടുക്കുക, കറുപ്പിനൊരു ഗ്രേ ബോർഡർ കൊടുക്കുക. അപ്പോൾ ഗ്രേ ഉണ്ടാക്കുന്ന വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ചെറിയൊരു വൈറ്റ് സർക്കിളും വരും. അങ്ങനെയാണ് ഒരു ബജീൻ്റെ കണ്ണുണ്ടാവുക. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയി നോക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ റെഫറൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. ബജിയുടെ കണ്ണിനകത്ത് ഏജ് കൂടുന്നതിനനുസരിച്ച് ജസ്റ്റ് ഒരു വൈറ്റ് റിങ്ങും കൂടി വരും. അത് കഴിഞ്ഞാൽ നോസ് ഫീമെയിലിന് വൈറ്റും മെയിലിന് ബ്ലൂ എന്നുള്ള ഷെയ്ഡിലാണ് വരിക. അപ്പോൾ ഫീമെയിലിന് വൈറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു അത് അഗെയിൻ ഒരു ഡള്ളായ കളറായിരിക്കും, കുറച്ച് ബ്ലൂ ഒക്കെ കൂടിയൊരു കളറായിരിക്കും. അപ്പോൾ അത് മിക്സ് ചെയ്യാൻ വൈറ്റിൻ്റെ കൂടെ ചെറിയൊരു ബ്ലൂവും കുറച്ചൊരു ബ്ലാക്കും മിക്സ് ചെയ്തിട്ട് ഷെയ്ഡ് അനുസരിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെയും നമ്മൾ കുറച്ച് ചെറുതായിട്ടൊരു ബ്ലെൻഡിങ് ഒക്കെ ചെയ്തിട്ടാണ് അതവിടെ ചെയ്ത് കൊടുക്കുന്നത്. അത് വലിയ ഏരിയ ഇല്ലാത്തതിനെ കൊണ്ട് കുറച്ച് കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇനി ബീക്ക് ചെയ്യാനാണെങ്കിൽ ബീക്കിന് കുറച്ച് യെല്ലോവും ക്രിംസണും മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് ബേൺഡ് അംബർ മിക്സ് ചെയ്യുക, ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം കുഞ്ഞാറ്റ അപ്പുറത്തെ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനെ കൊണ്ട് നാച്ചുറലി അവിടേക്കുള്ള ലൈറ്റ് കുറച്ച് കുറവുണ്ടാവുന്നുള്ള കൺസിഡറേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ചോക്കീൻ്റെ ചുണ്ടാണല്ലേ കുറച്ചും കൂടി ഓറഞ്ചിഷ് ഷെയ്ഡില്ല, പക്ഷേ കുഞ്ഞാറ്റേൻ്റെ കുറച്ചൊരു ഡള്ളാക്കിയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കാരണം അവിടെ ലൈറ്റ് കുറച്ച് കുറവ്, ഒരുപാട് കുറവൊന്നുമില്ല, കുറച്ച് കുറവാണെന്നുള്ളൊരു കൺസിഡറേഷനിലും. പിന്നെ കുഞ്ഞാറ്റൻ്റെ ചുണ്ടിൻ്റെ കളറും ചോക്കീൻ്റെ ചുണ്ടിൻ്റെ കളറും വ്യത്യാസമുണ്ട്. ചോക്കീൻ്റെ കുറച്ചും കൂടി ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ളത്, കുഞ്ഞാറ്റത്തിൻ്റെ അത്ര ഓറഞ്ച് ഷെയ്ഡിലല്ല. അപ്പം അത് ഓരോ കിളീനനുസരിച്ചിട്ട് അതിൻ്റെ വ്യത്യാസം വരും. ഞാൻ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് കുഞ്ഞാറ്റയ്ക്ക് കാണിച്ചു കൊടുക്കാൻ കൂട്ടിക്കൊണ്ട് വന്ന കേട്ടോ. എന്നിട്ട് അത് പെയിൻറ്റിങ് ഒഴിച്ച് ബാക്കി എല്ലാം നോക്കിയിട്ട് തിരിച്ച് പറന്നുപോയി. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ആക്രിലിക് പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ മുന്നേ നമ്മൾ സോ ഫാർ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഈ പെയിൻറ്റിങ്ങിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച കളറും കളർ കോമ്പിനേഷൻസിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു പെയിൻറ്റിങ് കണ്ടോ, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗ്രീൻ, റെഡ്, പിന്നെ ആ കിളിയുള്ള കുറച്ച് ഷെയ്ഡ്സാണ് വന്നിട്ടുള്ളത്. അപ്പം മെയിനായിട്ട് ഗ്രീനും റെഡുമാണ് ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കളർ കോമ്പിനേഷൻസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോംപ്ലിമെൻ്ററി കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, അത് ആ കളേഴ്സ് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിരിക്കും, ഡള്ളായിരിക്കില്ല പെയിൻറ്റിങ്. ഇപ്പോൾ ഇവിടെ കണ്ടോ, റെഡിൻ്റെ കോംപ്ലിമെൻ്ററി കളറാണ് ഗ്രീൻ. അപ്പോൾ നമ്മൾ റെഡും ഗ്രീനും യൂസ് ചെയ്തിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ചെയ്തത്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക് ആക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാറ്റയും ചോക്കിയും കുറച്ചൊരു ബ്രൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് കളേർഡ് ബേർഡ്സ് ആണ്. അപ്പോൾ അതിനെ ഒരുപാട് ഡാർക്കിലാക്കി നമ്മൾ ഒരുപാട് ലൈറ്റിലാക്കി നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇവരെ കുറച്ച് എടുത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് പണിയിടണം. കാരണം ഒരുപാട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിൽ ഇവർ എടുത്ത് നിൽക്കുള്ളൂ. ഇതിപ്പോൾ ഇവർ ലൈറ്റ് ആയതിനെക്കൊണ്ടും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയതിനെക്കൊണ്ടും ഇവർ ഓട്ടോമാറ്റിക്കലി നല്ലപോലെ എടുത്ത് നിൽക്കും. നമ്മളെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന 2 കിളികളാണല്ലോ, അപ്പോൾ അവരെടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പിന്നെ അതേപോലെ നമ്മൾ ലൈറ്റ് ഡയറക്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത് സ്ലൈറ്റ്ലി ആംഗിൾ ഡയറക്ഷനിലാണ് ലൈറ്റ് വീഴുന്നത് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞാറ്റൻ്റെയും ചോക്കീൻ്റെയും ലെഫ്റ്റ് സൈഡിൽ കുറച്ചും കൂടി ബ്രൈറ്റർ ഷെയ്ഡ് എന്നുള്ള രീതിക്ക് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പെയിൻറ്റിങ് തുടങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പെയിൻറ്റിങ് എന്നല്ല, നമ്മൾ ഏതൊരു പെയിൻറ്റിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ക്യാൻവാസ് സ്ട്രെച്ച് ചെയ്യുക. നമ്മൾ പേപ്പറിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് 4 സൈഡും മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് ഡ്രോയിങ് ബോർഡിലേക്ക് ആക്കുക. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് സാധനങ്ങൾ ഡീറ്റെയിൽ ചെയ്യാനുള്ളത് ഫുള്ള് സ്കെച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ സ്കെച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പെൻസിൽ എച്ച് പെൻസിൽസ് യൂസ് ചെയ്യാൻ മറക്കരുത്. എച്ച് പെൻസിൽസ് യൂസ് ചെയ്യുക പേപ്പറിൽ സ്കെച്ച് ചെയ്യുകയാണെങ്കിൽ. ക്യാൻവാസിൽ സ്കെച്ച് ചെയ്യുകയാണെങ്കിൽ ബി പെൻസിൽസ്, അതായത് 2B പെൻസിൽസ് യൂസ് ചെയ്യുക. ഒരുപാട് ഡാർക്ക് ആക്കണ്ട. എച്ച് പെൻസിൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാൻവാസിൽ അത്ര കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരുപാട് ബിയിലേക്ക് പോകേണ്ട, ഒരു 2B ആ ഒരു റേഞ്ചിൽ പെൻസിൽസ് യൂസ് ചെയ്യുക.
അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഒരുപാട് ഒബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസ് കോട്ട് അടിക്കുക. അപ്പോൾ പേപ്പറിലും കൂടിയാണ് നമ്മളിവിടെ ചെയ്യുന്നതെന്നുള്ളതിനെ കൊണ്ട് ബേസ് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ബേസ് കോട്ട് അടിക്കുക. അപ്പം ബേസ് കോട്ട് അടിക്കുമ്പോൾ നമ്മളിതിനകത്ത് മെയിൻ ഒബ്ജക്റ്റുകൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ഇതാക്കാൻ. നമ്മൾ അല്ലാണ്ട് കുറേ കളർ ഒരുമിച്ച് ഫുൾ അടിച്ച് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലീഫിനൊക്കെ ആദ്യം അടിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇനി ബേസ് കോട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം മുതൽ ഏറ്റവും ബാക്കിലുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ആദ്യം തുടങ്ങുക. അതായത് ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും ബാക്കിൽ എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് ബ്ലാക്ക് ഷെയ്ഡ്, കുറച്ചൊരു ഡെപ്ത്ത് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഡാർക്ക് ഷെയ്ഡ് എടുത്തത്. അപ്പം ആ ഒരു ഡെപ്ത്ത് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ഷെയ്ഡിൽ വരും. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബ്ലർഡ് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലർഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ചെയ്തു. ബ്ലർഡ് ആക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. നമ്മൾ 2 അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡ്സ് എടുത്തിട്ട് ഡെഫിനേഷൻ ഇല്ലാതെ, അതായത് ഒരു ഡാർക്ക് ബോർഡർ കൊടുക്കാതെ റഫായിട്ട് ഡീറ്റെയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്ലർഡ് ആയിട്ട് കിട്ടുക. അപ്പോൾ അത് ബ്ലെൻഡിങ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒക്കെ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഇതേ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ പോയി കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റാക്കി. ബാക്ക്ഗ്രൗണ്ട് സെറ്റായി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഏറ്റവും ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് കേട്ടോ നമ്മൾ സെറ്റാക്കി. അതിൻ്റെ മുന്നോട്ട് ഇനി ലീവ്സൊക്കെ വരാനുണ്ട്. അപ്പം നമ്മൾ ആ ലീവ്സൊക്കെ ഡീറ്റെയിൽ ചെയ്തു. ആ ലീവ്സും കഴിഞ്ഞിട്ട് പിന്നെ വരാനുള്ളതാണ് നമ്മുടെ ഫ്ലവേഴ്സ്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലവറും ഡീറ്റെയിൽ ചെയ്തു. അപ്പോൾ ഫ്ലവറൊക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽ ചെയ്യുന്നതെന്ന് ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തു. 2 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഓൾറെഡി വാട്ടർ കളറിൽ നിങ്ങൾക്ക് ഒരു റോസ് ഫ്ലവർ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് പോയി കാണുക. എന്നിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബാക്കിലുള്ള മിക്ക ഒബ്ജക്റ്റുകളും കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ മെയിൻ ഒബ്ജക്റ്റായ 2 ബേർഡ്സാണ്, അതായത് ഏറ്റവും മുന്നിലുള്ള 2 സാധനം അപ്പം ഏറ്റവും മുന്നിലുള്ളതിന് അവസാനം ചെയ്യാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർലാപ്പ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എന്തെങ്കിലും ഫെദറോ എന്തെങ്കിലും കുറച്ച് പുറത്തേക്ക് പോലെ കാണിക്കണം, ഡീറ്റെയിൽ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിന് അവസാനം ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടോ, അത് ഇന്ന പോലെ ചെയ്യാൻ പാടുന്ന റൂളൊന്നുമല്ല. പക്ഷേ ഇതാണ് എളുപ്പം എന്നുള്ള രീതിക്കാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ചോക്കീനെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ചെയ്തു. ഇപ്പം ബേർഡിന് ഡീറ്റെയിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫെദറിൻ്റെ ഡയറക്ഷൻ ഏതാണോ എന്ന് നോക്കി അതുപോലെ നമ്മൾ അതുപോലെ ചെയ്യുക. നമ്മൾ ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഏത് ഡയറക്ഷനിലാണ് ഫെദേഴ്സ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഇതിലാണ് സ്ട്രോക്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പിന്നെ കളർ മിക്സിങ് ഓൾമോസ്റ്റ് സിമിലർ ആയിക്കഴിഞ്ഞാൽ നമുക്കതുപോലെ തന്നെ ഏകദേശം തോന്നും. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഒരിക്കലും പാലറ്റിലേക്ക് കുറേ കളർ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറേ കലവിലായിട്ട് മിക്സ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് കളർ എടുത്തിട്ട് എനിക്ക് വേണ്ട എടുത്തിട്ട് മിക്സ് ചെയ്ത് അത് തീർത്തിട്ടാണ് ഞാൻ അടുത്ത കളർ എടുക്കുന്നത്. ഇത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്രിലിക്കാണ് യൂസ് ചെയ്യുന്നത്. ആക്രിലിക്കിൽ നമ്മൾ ഒരുപാട് പെയിൻറ്റ് എടുത്ത് വെച്ച് ഡീറ്റെയിൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് അപ്പുറത്ത് ഡീറ്റെയിൽ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്ക് പെയിൻറ്റ് ഉണങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറേ പെയിൻ്റ് ഒന്നും എടുത്ത് വെക്കാൻ നിൽക്കണ്ട. വളരെ കുറച്ച് പെയിൻറ്റ് എടുത്ത് വെച്ചിട്ട് ഡീറ്റെയിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ റിയലിസ്റ്റിക് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെയറിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഒരു ലെയർ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അടുത്ത ലെയർ ചെയ്യുക. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ 2 കളേഴ്സ് മേർജായി പോയിട്ട് നമുക്ക് വേണ്ട കളറല്ല കിട്ടുക, വേറെ കളറാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഓരോ ലെയറും പ്രോപ്പറായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഡീറ്റെയിൽ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തു ഓൾമോസ്റ്റ് നമ്മളൊരു ലെവലിൽ. ഇനി നമ്മളിത് അടച്ച് വെക്കല്ല വേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ വേർട്ടിക്കലായിട്ട് എവിടെയെങ്കിലും വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് അതിനെ വിട്ടിട്ട് കുറച്ച് ദൂരത്ത് പോയിട്ട്, ഒരുപാട് ദൂരത്തല്ല കുറച്ചൊരു ദൂരത്ത് പോയിട്ട് നമ്മളതിനെ ഒബ്സർവ് ചെയ്യുക. അപ്പം നമ്മളത് അങ്ങനെ കുറച്ച് ദൂരത്ത് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ റിയലിസ്റ്റിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും, ഓക്കെ ഇന്ന സ്ഥലത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് നമ്മൾ മിസ്സായിപ്പോയി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ വീണ്ടും എന്തെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ റെഫറൻസിൽ പോയി നോക്കുക എന്താണ് ഞാൻ മിസ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ വീണ്ടും കറക്ഷൻസ് വരുത്താം, ചേഞ്ചസ് വരുത്താം. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മാസ്കിംഗ് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച സാധനമല്ലേ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് റിമൂവ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ പെയിൻറ്റിങ്ങിൽ, അതായത് ഒരു ലാൻഡ്സ്കേപ്പ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ അത് ചെയ്ത പോലെ തന്നെ നമുക്കൊരു ബോർഡർ കൊടുക്കാം. മാസ്കിംഗ് ടേപ്പിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒട്ടിക്കുക, അതിനകത്തേക്ക് ഒരു ബോർഡർ കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ബോർഡറൊന്നും കീറിപ്പോവുക അങ്ങനെയൊന്നുമില്ല, കുറേ കാലത്തേക്ക് നിൽക്കുകയും ചെയ്യും, സീനൊന്നുമില്ല. അപ്പം നമ്മൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെയിൻറ്റിങ്ങിനെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക.
ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ കഴിഞ്ഞിട്ട് മാത്രമേ ഇനി ഈ പെയിൻറ്റിങ്ങിനെ നോക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പെയിൻറ്റിങ് തന്നെയല്ലേ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഡീറ്റെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിന്നെയും അടുപ്പിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ഡിഫറൻസും തെറ്റുകളൊന്നും അധികം മനസ്സിലാവില്ല. അപ്പം നമ്മളിത് 2 ദിവസം ചെയ്യാതെ ഇരുന്നിട്ട് പിന്നെ എടുത്തു നോക്കുക. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ദൂരത്തേക്ക് വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കും ഇന്ന സ്ഥലത്ത് കുറച്ചും കൂടി ഷെയ്ഡ് കൂടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഷെയ്ഡ് കുറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഡാർക്ക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായെന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ ആ കറക്ഷൻസ് വരുത്താം. ഇവിടെ എനിക്ക് തോന്നിയത് ആ ബ്രാഞ്ച് കുറച്ചും കൂടി ഒന്ന് കണ്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായതിനേന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ആ ബ്രാഞ്ചിനെ ഒന്ന് റീവർക്ക് ചെയ്തു. അത്രയും ഞാൻ ചെയ്തുള്ളൂ. വേറെ അധികം ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ചേഞ്ചസൊന്നും വരുത്തിയില്ല. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഐ വാസ് ഹാപ്പി വിത്ത് ദ വർക്ക്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസിലാണ് പെയിൻറ്റിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വാർണിഷ് അടിക്കുക. വാർണിഷ് അടിക്കുന്ന മിനിമം ഒരു 2 ഡേയ്സ് എന്തായാലും കൊടുക്കുക. മാക്സിമം ടൈം ക്യൂറിങ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ലൈക്ക് വീക്സ് ടൈമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പം വാർണിഷ് അടിക്കുക. ഇത് പേപ്പറിൽ ചെയ്തതിന് കൂടി ഇതിൻ്റെ മുകളിൽ ഞാൻ വാർണിഷൊന്നും അടിക്കാൻ പോകുന്നില്ല. നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വാർണിഷ് അടിക്കുക. വാർണിഷ് അടിച്ചതിന് ശേഷം നോർമലി ഫ്രെയിം ചെയ്യാൻ കൊടുക്കുക. ഞാൻ ഫ്രെയിം ചെയ്യാൻ പുറത്ത് കൊടുക്കലാണ്, ഞാൻ വീട്ടിൽ നിന്ന് ഫ്രെയിം ചെയ്യാറില്ല. അപ്പം നമ്മൾ പുറത്ത് പോയി ഫ്രെയിം ചെയ്ത് അതിനെ നമുക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ സെയിലാക്കുക, വീട്ടിൽ വെക്കുകയാണെങ്കിൽ വീട്ടിൽ തൂക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.